ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിനെയാണ്. അങ്ങനെ രേവതിയുടെ അമ്മയുടെ അടുത്തേക്ക് എത്തി, ലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തി. ലക്ഷ്മി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. സച്ചി, നീ ഒരിക്കലും വെറുക്കരുത്, സച്ചിനെ സ്നേഹിക്കുക തന്നെ ചെയ്യണം. ദൈവമായിട്ടാണ് നിനക്ക് അത്രയ്ക്കും നല്ലൊരു ഭർത്താവിനെ കനിഞ്ഞു തന്നത്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു ബന്ധം തകർന്നു പോയത് എത്രയോ നല്ലതാണ് മകളെ. അതുകൊണ്ടാണല്ലോ നിനക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയത്. അവൻ്റെ മനസ്സിൽ ആ ഒരു നന്മ നീ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ആകരുത്. അവൻ്റെ നന്മകളൊക്കെ നീ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിനെ കുറിച്ച് അങ്ങനെ പുകഴ്ത്തുകയല്ല, ഉള്ളത് തന്നെയാണ് ലക്ഷ്മി പറയുന്നത്. അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയില്ല അമ്മേ, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അയാൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അയാൾ നല്ല കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പം, ഉൾക്കൊള്ളാൻ കഴിയും മോളെ, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. കാരണം നിങ്ങൾ രണ്ട് ധ്രുവത്തിൽ നിന്ന് വന്ന രണ്ടു പേരാണ്. ഒരിക്കലും നിങ്ങൾ രണ്ടും അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരാകാൻ പോവുകയാണെന്നോ ഒരു തയ്യാറെടുപ്പില്ല. മോൾക്കൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും സച്ചിമോൻ അതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇതൊക്കെ ഉൾക്കൊള്ളാനൊക്കെ കുറച്ച്, നിനക്ക് എത്രത്തോളം പ്രയാസമുണ്ടോ അതിലേറെ ഉൾക്കൊള്ളാനുള്ള പ്രയാസം അവന് കാണും. അതുകൊണ്ട് മോള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം. അവൻ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് മോള് പറഞ്ഞു വേണം മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലാതെ മോൾ എപ്പോഴും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. മോള് വിചാരിച്ചു കഴിഞ്ഞാൽ സച്ചിയെപ്പോലെ ഒരു നല്ല ഭർത്താവ് നിനക്ക് ഈ ലോകത്തിൽ എവിടെ തപ്പിയാലും കിട്ടില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതേ മോളെ, നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, എനിക്ക് കടയിൽ പോകണ്ടേ. അപ്പം ഞാൻ കടയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ, അമ്മേ ഞാനും വരാം, ഏതായാലും എന്നാൽ ഇന്ന് കടയിലേക്ക് വന്ന് ഞാൻ പൂ കെട്ടിക്കോളാം എന്ന് പറഞ്ഞപ്പം, അതൊന്നും വേണ്ട, നീ നിൻ്റെ കുടുംബത്തിനെയാണിപ്പം ആദ്യം നോക്കേണ്ടത്. നീ നിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ആദ്യം നോക്കിയിട്ട് അത് കഴിഞ്ഞു മതി ബാക്കി എന്ത് കാര്യമാണെങ്കിലും നീ നോക്കേണ്ടതെന്ന് പറയുമ്പം, എങ്കിൽ മോളൊരു കാര്യം ചെയ്യുക, വീട്ടിൽ പോകുന്ന വഴിക്ക് മോള് അവിടെ ആ ഒരു ഹോട്ടലുണ്ടല്ലോ, എന്നും കൊടുക്കാറുള്ളതാണ് ആ ഒരു മാല, അത് ഞാൻ ഇന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. മോള് ഏതായാലും ഇന്ന് അത് അവിടെ കൊണ്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഏതായാലും ഇന്ന് സമയം കിട്ടില്ല, ഇപ്പോഴേ വൈകിയില്ല, അതുകൊണ്ട് ഞാൻ പോട്ടെ, നേരെ അമ്പലത്തിലേക്ക് പോട്ടെ, അവിടെ ആൾക്കാരൊക്കെ ഒത്തിരി വന്നിട്ട് പോയൊക്കെ കാണും. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, അതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എങ്കിൽ ശരി അമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് അതും കൊണ്ട് പോകാം, മാല എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മാലയൊക്കെ എടുത്ത് ഇവർ നേരെ പോകാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതി ചെന്ന് ഹൗസ് ഓണറിനോട് മാപ്പൊക്കെ ചോദിക്കുകയാണ്, നന്ദിയൊക്കെ പറയുകയാണ്, എൻ്റെ കുടുംബത്തെ ഇവിടെ താമസിപ്പിക്കാൻ ഏതായാലും അങ്ങനെ ഒരു മനസ്സ് കാണിച്ചല്ലോ, അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഹൗസ് ഓണർ പറഞ്ഞു, ദേ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം രേവതി, എല്ലാം കൊള്ളാം, ലക്ഷ്മീനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടെ താമസിക്കാനൊക്കെ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇതുണ്ട്, ഞങ്ങൾക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും സച്ചി എന്ന് പറയുന്ന നിൻ്റെ ഭർത്താവ് ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന് തന്നെയാണ് ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. ലക്ഷ്മിക്കും അതപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അതെങ്ങനെയാണ് ശരിയാകുന്നത്, എൻ്റെ മോളുടെ ഭർത്താവല്ലേ, അപ്പോൾ ഈ വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ എന്ന് പറയുമ്പം, നിങ്ങൾക്കിവിടെ താമസിക്കാൻ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ ഇനി ഉണ്ടായാൽ, ഇനി നിങ്ങളുടെ മരുമകൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ വീണ്ടും പല കാര്യങ്ങളുമൊക്കെ ഓർക്കും. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കുറച്ച് അപമാനം തന്നെയാണ്, ഞങ്ങളുടെ അഭിമാനത്തിന് തകരാറുണ്ടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് പറ്റില്ല ലക്ഷ്മി എന്നിങ്ങനെ ലക്ഷ്മിയോട് പറയുകയാണ്. ഏതായാലും നമ്മുടെ രേവതി പറഞ്ഞു, ഇല്ല, ഉണ്ടാവില്ല, ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവരില്ല എന്ന് രേവതി തന്നെ ഉറപ്പ് കൊടുക്കുകയാണ്. എന്നിട്ടാണ് രേവതി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ലക്ഷ്മി ചോദിച്ചു രേവതിയോട്, മോളെ എന്താ മോൾ ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ, മോളുടെ ഭർത്താവിന് മോളെപ്പോലെ തന്നെ അവകാശമുള്ളതാണ് ഈ വീട്ടിൽ വരാൻ, അപ്പോൾ അതെങ്ങനെ ശരിയാവുമെന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ വേറൊന്നും നോക്കണ്ടമ്മേ, എനിക്കിപ്പോൾ നിങ്ങളുടെ നിലനിൽപ്പ് നോക്കിയേ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറഞ്ഞത്. പിന്നെ ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം, ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ അവിടെ പോയൊരു പ്രശ്നമൊന്നും വഴക്കോ ഒന്നും ഉണ്ടാക്കില്ലമ്മേ, അതുകൊണ്ട് അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട, അമ്മ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി നേരെ പോവുകയാണ് എങ്ങോട്ടേക്ക്, ആ ഹോട്ടലിലേക്ക് പൂമാല കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്നും രാവിലെ കൊണ്ടുപോയി പൂമാല കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം കല്യാണത്തിന് മുമ്പ് നമ്മുടെ രേവതി തന്നെ ആയിരുന്നു ആ മാലയൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നെങ്കിൽ നമ്മുടെ ദേവു അല്ലെങ്കിൽ ലക്ഷ്മി, ഇവരിൽ ആരെങ്കിലും ഒരാളാണ് കൊണ്ടു കൊടുക്കുന്നത്.
അപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതിനെ കണ്ടതും അവിടുത്തെ ആ ഒരു ഓണർ ഓടി വന്നിട്ട്, രേവതി മോളെ നിന്റെ വിവാഹം കഴിഞ്ഞെന്ന് കേട്ടല്ലോ, ഒത്തിരി ദിവസമായല്ലോ മോളെ നിന്നെ കണ്ടിട്ട്, എത്ര നാളായെന്നറിയാമോ നിന്നെ കണ്ടിട്ട്, മോള് വരാത്തത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും സങ്കടം തന്നെയാണ്. മോള് വന്ന് ആ ഒരു ഫോട്ടോയുടെ മുമ്പിൽ മാല ഇടുമ്പോൾ ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കടയ്ക്ക് നല്ലൊരു ഐശ്വര്യം തന്നെ ഉണ്ടായിരുന്നു. മോള് പോയൊരു കുറവ് അതിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനിപ്പോൾ എന്താ മാമ, ഞാനിവിടെ സ്ഥിരം വന്നിനി മാല ഇടണോ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ വേണ്ട, മോളുടെ ജീവിതം നോക്കണം കേട്ടോ, മോള് സ്ഥിരം വന്ന് മാല ഇടുവൊന്നും വേണ്ട, ഏതായാലും ഇപ്പം വന്നതല്ലേ, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു മാമ, എങ്കിൽ പിന്നെ ഞാൻ മാല ഇട്ടിട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. മോള് മാല ഇട്ടോ എന്ന് പറഞ്ഞ് ആ ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ നമ്മുടെ രേവതി തന്നെയാണ് മാല ഇടുന്നത്. അങ്ങനെ മാല ഇടുന്നു. മാല ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി ചന്ദ്രനെ കണ്ടത്. അങ്ങനെ ചന്ദ്രനെ കണ്ട ഉടനെ രേവതി, അയ്യോ ഇതെന്താ അമ്മ ഇവിടെ, അമ്മ ഭാമാൻ്റെ വീട്ടിൽ പോവാന്നും പറഞ്ഞല്ലേ ഇറങ്ങിയത്, എന്നിട്ട് പിന്നെ എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നു. അപ്പം കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ടേക്കാണ് അമ്മ പോകുന്നത് എന്നിങ്ങനെ നോക്കണമല്ലോ. അതുകൊണ്ട് മാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി പതിയെ പോയി ചന്ദ്രയുടെ പുറകെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ പുറകെ പോയി ചന്ദ്ര പോയ ആ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടത് ദേ നിൽക്കുന്നു നമ്മുടെ സുധി. പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതിക്ക് എന്തോ പോലെ ആയിപ്പോയി. അപ്പം അമ്മ ഇങ്ങോട്ടേക്കാണോ വന്നത്, അമ്മയും അറിഞ്ഞുകൊണ്ടാണല്ലോ അപ്പം ഈ ഒരു വിവാഹം മുടങ്ങിയത് എന്ന ഒരു ചിന്തയായിരുന്നു പെട്ടെന്ന് രേവതിയുടെ മനസ്സിലേക്ക് കയറി വന്നത്. അപ്പോഴേക്കും തന്നെ നമ്മുടെ രേവതി പതിയെ അവിടെ നിന്നിട്ട് ഇവരെന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കണമല്ലോ, എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രേവതി പതിയെ അവിടെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ സുധീനെ കണ്ടതും, സുധി നല്ലൊരു ടിപ്പ് ടോപ്പ് വേഷത്തിലൊക്കെയാണ് നിൽക്കുന്നത്. ഒരു ഷർട്ടും ഒരു ജീൻസും ഒക്കെ ഇട്ട് ഇൻ ചെയ്തൊക്കെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്ര ഇത് കണ്ടിട്ട്, മോനെ ഏതായാലും നല്ല ഷർട്ടാട്ടോ മോനെ ഇത്, മോനെ എവിടെയെങ്കിലും പോകാൻ തുടങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു, അമ്മ വന്നിട്ട് അമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ട് പോകാമെന്ന് ഓർത്തായിരുന്നതെന്ന് പറഞ്ഞപ്പം, എൻ്റെ ഈശ്വരന്മാരെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ ഈ ഒരു വലിയൊരു കെണിയിൽ പെട്ടതല്ലേ, ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോൻ ഐശ്വര്യമായിട്ട് പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, ഉറപ്പായിട്ടും മോൻ തന്നെ ആയിരിക്കും പാസ്സാവുന്നത്, മോൻ ആ ജോലി കിട്ടുകയും ചെയ്യും, അതിലൂടെ തന്നെ മോന് അമ്മ ഒരു വിവാഹം അത് ഉടനെ തന്നെ നടത്തി തരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും മനസ്സിലാവുന്നില്ല രേവതിക്ക് കേട്ടപ്പോൾ. രേവതി മുഴുവൻ അങ്ങ് കേൾക്കണമല്ലോ. അപ്പോൾ രേവതി വീണ്ടും അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവൾ ചതിച്ചില്ലേ, അവൾ വലിയൊരു ചതിയല്ലേ എൻ്റെ മോനോട് ചെയ്തത്, മോനെ ചങ്കു പറിച്ച് സ്നേഹിച്ചിട്ടും അവൾ ആ ഒരു 50 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിയില്ലേ, സാരമില്ല മോനെ, അതൊന്നും ഓർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട, ഇത് കുറച്ചുകൂടെ പൈസയുണ്ട്, ഈ പൈസയും കൂടെ മോന് വെച്ചേരെ, കുറച്ച് ഡ്രസ്സുകളൂടെയൊക്കെ മേടിക്കണം, ആ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ കളഞ്ഞേരെ മോന്, കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം, ഏതായാലും ഞാൻ ആ വാടകക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ മുൻകൂട്ടി മേടിച്ചത് കൊണ്ട് ഏതായാലും ഇതിനൊക്കെ ഉപകാരപ്പെട്ടല്ലോ, ഏതായാലും ആശ്വാസമായി അമ്മയ്ക്ക്, മോനൊരു കാര്യം ചെയ്യുക, ഐശ്വര്യമായിട്ട് പോയിട്ട് വാ, അതിന് മുമ്പായിട്ട് അമ്മ കൊണ്ടുവന്ന ആഹാരമൊക്കെ മോൻ കഴിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുവന്നിരുന്ന ആ ഒരു ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ചങ്ക് തകർന്ന് നിൽക്കുക. അതിനിടയിലാണ് പെട്ടെന്ന് നമ്മുടെ രേവതി ആലോചിക്കുന്നത്, ആ ഒരു വിവാഹ സമയം തൻ്റെ അമ്മ അലറി വിളിച്ച് എൻ്റെ മോളുടെ ജീവിതം പോയെന്ന് പറഞ്ഞ് അലറി വിളിച്ച് നമ്മുടെ ലക്ഷ്മി കരയുന്ന ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ കാണിക്കുന്നുണ്ട് നമ്മുടെ രേവതി. അതൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓർക്കുകയാണ്, ആ ഒരു രംഗങ്ങളൊക്കെ. അപ്പോഴേക്കും ഒന്നും പൊട്ടി കരയാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് രേവതി നിൽക്കുന്നത്. ദേഷ്യമാണോ സങ്കടമാണോ എന്താ പറയുക എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിന്നും നമ്മുടെ രേവതി അവിടെ നിന്നും പതിയെ എന്തോ മനസ്സ് മരവിച്ചതുപോലെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വേറൊരു സീൻ കാണിക്കുന്നുണ്ട്. ആ ഒരു സീന് വേറൊന്നുമല്ല, നമ്മുടെ രവീന്ദ്രൻ, ഒന്ന് വിട്ടുപോയതാട്ടോ. നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ വെളിയിൽ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അല്ല കേട്ടോ, വീട്ടിൽ തന്നെ ഒരു ആൾ വരികയാണ്, കൂട്ടുകാരൻ വരികയാണ്. അപ്പോൾ ആ കൂട്ടുകാരൻ വരുന്നത് വേറെ ഒന്നിനും അല്ല കേട്ടോ, ആ കൂട്ടുകാരൻ വരുന്നത് കൂട്ടുകാരൻ്റെ വൈഫിന് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം കുറച്ച് പൈസ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടുവാണെങ്കിൽ മേടിക്കാം, കൊള്ളാലോ, അങ്ങനെ കാണാൻ മേടിക്കാമെന്നൊക്കെ ഓർത്ത് സഹായം ചോദിച്ചാണ് വരുന്നത്. അങ്ങനെ രവീന്ദ്രൻ്റെ അടുത്ത് വരുമ്പോൾ രവീന്ദ്രൻ ആകെപ്പാടെ പെട്ടിരിക്കുകയാണെന്ന് രവീന്ദ്രനല്ലേ അറിയത്തുള്ളൂ. ഉള്ള പൈസയെല്ലാം മകൻ കൊണ്ടുപോയി മുക്കി, മകനെല്ലാം കൊണ്ട് തൊലച്ചു എന്ന് നമ്മുടെ രവീന്ദ്രനെ അറിയത്തുള്ളൂ. അപ്പോൾ അയാൾ ഇങ്ങനെ വന്ന് വിഷമോ സങ്കടങ്ങളോ ഒക്കെ പറയുമോ, എൻ്റെ പൊന്നു രവീന്ദ്ര എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല,
ഇനിയിപ്പോൾ ഓപ്പറേഷനൊക്കെ ഉണ്ട്, എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനും വലിയ വിഷമമൊക്കെ തോന്നുക. കാരണം രവീന്ദ്രനെ പലതവണ സഹായിച്ച ഒരാൾ തന്നെയാണത്. അതുകൊണ്ട് രവീന്ദ്രൻ പറഞ്ഞു, വിഷമിക്കുകയൊന്നും വേണ്ട, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിലും ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം, ഇച്ചിരി പൈസയെങ്കിലും തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കിയിട്ട് തരാമെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ. രേവതി തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ രേവതി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ ചോദിച്ചു, എന്താ പറ്റിയത് അച്ഛാ അയാൾക്ക് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അത് ഭാര്യയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്, അസുഖമൊക്കെയാണ്, ആശുപത്രിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സീരിയസ് ഓപ്പറേഷന് കുറച്ച് പൈസ ആവശ്യമുണ്ട് മോളെ, എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഏതായാലും ഞാൻ ഒരു സ്ഥലം വരെ പോട്ടെ, ആ വാടകക്കാരനോട് പൈസ ചോദിക്കുകയാണെങ്കിൽ കിട്ടുമല്ലോ, എങ്കിൽ പിന്നെ ആ പൈസയിൽ നിന്ന് ഇച്ചിരി കൊടുക്കാം, മുൻകൂട്ടി ചോദിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയാം. അപ്പോഴും നമ്മുടെ രേവതിക്ക് അറിയാം, രേവതി മനസ്സിലിങ്ങനെ വിചാരിക്കും, അയ്യോ ആ പൈസ അമ്മ മേടിച്ചായിരുന്നല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ. പക്ഷെ അപ്പോഴും നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല, പറയുന്നില്ല. രേവതി കമാന്നൊരക്ഷരം മിണ്ടിയില്ല. ഇതേ സമയം നമ്മുടെ രവീന്ദ്രനായിക്കോട്ടെ നേരെ ആ ഒരു വാടകക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതെ എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് പൈസയുടെ കുറച്ച് കാര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൈസ മുൻകൂട്ടി തരാൻ പറ്റുമോ, വാടക തരാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ മുൻകൂട്ടി തരാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ എന്താ നിങ്ങൾ ഈ ചോദിക്കുന്നത് സാർ, ഞാനൊരു കാര്യം പറയട്ടെ, സാറിൻ്റെ ഭാര്യ എന്നോട് വന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയായിരുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തോണ്ടാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ ഒരിക്കലും അല്ല, എൻ്റെ ഭാര്യ ചന്ദ്ര വന്ന് പൈസ ചോദിച്ചോന്ന് ചോദിച്ചു. അതെ പൈസ മേടിച്ചുകൊണ്ട് പോയി, ചോദിക്കുക മാത്രമല്ല മേടിച്ചുകൊണ്ട് പോയി, ഒരു 10,50,000 രൂപ ഞാൻ കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആണോ, എങ്കിൽ വേണ്ട, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് അവൾ വന്ന് ചോദിച്ചതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. എങ്കിൽ പിന്നെ ശരി സാറെന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പോയി. അപ്പോഴേക്കുമാണ് നമ്മുടെ രവീന്ദ്രനൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല, ഇത് എന്താണ് നടന്നത്, എന്താണ് സംഭവം, എന്തുകൊണ്ടാണ് ചന്ദ്ര ഇങ്ങനെ പൈസ മേടിച്ചതാ, ഇനിയിപ്പം ഭാമയ്ക്ക് വല്ലതും കൊടുക്കാനാണോ എന്ന് അറിയില്ലല്ലോ. അപ്പം അയാൾ പറഞ്ഞായിരുന്നു എന്തോ ആർക്കോ കൂട്ടുകാരിക്ക് അങ്ങോട്ട് അസുഖമാണെന്നും പറഞ്ഞുകൊണ്ടാണ് കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് പോയതെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ ഭാമയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. എങ്കിലും അവൾ പറയാതെ ഇതൊക്കെ ചെയ്തല്ലോ, പറയാതെയാണല്ലോ അവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് നമ്മുടെ രവീന്ദ്രൻ വീട്ടിൽ വന്നു. രവീന്ദ്രൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രവീന്ദ്രൻ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും രേവതി വന്നിട്ട്, എന്താ അച്ഛാ പറ്റിയത്, എന്താ ഒരു ചെറിയ വിഷമം പോലെ, പോയിട്ട് പൈസ കിട്ടിയില്ലേന്ന് ചോദിച്ചു. ഇല്ല മോളെ, പൈസ കിട്ടിയില്ല, പൈസ ചന്ദ്ര മേടിച്ചുകൊണ്ട് പോയി, എനിക്ക് തോന്നുന്നത് ഭാമയ്ക്ക് കൊടുക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത്, ചിലപ്പം ഭാമയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് പൈസ അധികമായി കാണും, എങ്കിലും ഭാമയുടെ കയ്യിൽ പൈസ കാണണമല്ലോ, അവൾക്ക് പൈസയ്ക്ക് ദാരിദ്ര്യമൊന്നും ഉള്ളതല്ല ഭാമയ്ക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛന് എന്താ ഈ പറയുന്നത്, അച്ഛൻ അറിയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്താ മോളെ പറ്റിയത്, അത് പിന്നെ ഭാമയാൻ്റിക്കല്ല ആ ഒരു പൈസ അമ്മ മേടിച്ചുകൊണ്ട് പോയത്, അല്ല പിന്നെ ആർക്കാ മോളെ, അത് വേറെ ആർക്കും അല്ല, അച്ഛൻ്റെ മൂത്ത മകനാ സുധി എന്നിങ്ങനെ പറയുക. ഇത് കേട്ടതും നമ്മുടെ രവീന്ദ്രനൊന്ന് ഞെട്ടി. എന്താ മോളെ പറഞ്ഞത്, സുധിക്കോ, എൻ്റെ മൂത്ത മകനെന്ന് പറഞ്ഞാൽ അത് സുധിയാണല്ലോ, സുധിക്ക് എന്തിന് ചന്ദ്ര പൈസ കൊണ്ട് കൊടുക്കണം, അവന് ആവശ്യത്തിന് പൈസ എടുത്തുകൊണ്ട് പോയി ഇതേ രാജ്യം വരെ വിട്ടുപോയി, അവൻ എന്തിനു പൈസ വേണം. അച്ഛനറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്, അച്ഛൻ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇവിടെ നമ്മ രാവിലെ ഒരുങ്ങിക്കെട്ടി ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നത് ഒരിക്കലും ഭാമയാൻ്റിക്കല്ല, ആ ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നത് അത് അച്ഛൻ്റെ മൂത്ത മകന് തന്നെയാണ്, അച്ഛൻ്റെ മൂത്ത മകൻ ആ ഹോട്ടലിലാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോട്ടലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടതും ഇത് മാത്രമല്ല, നമ്മുടെ രേവതി അറിഞ്ഞ മിക്ക കാര്യങ്ങളും രേവതി അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. കാരണം രേവതിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തിനു മറയ്ക്കുന്നു രവീന്ദ്രനിൽ നിന്നും ആ സത്യങ്ങൾ രേവതി മറക്കേണ്ട കാര്യമില്ല. കാരണം രേവതി നന്ദിയുള്ളവളാണെങ്കിൽ ആ ഒരു സത്യം രേവതി തുറന്നു പറയുക തന്നെ ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ രേവതി ചെയ്തത്. അങ്ങനെ രേവതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ 50 ലക്ഷം രൂപയും കൊണ്ട് ആ പെണ്ണ് മുങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഇവിടെ നിൽക്കുക, മോള് പേടിക്കൊന്നും വേണ്ട, മോളാണ് ഈ വിവരം പറഞ്ഞതെന്നൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, പക്ഷേ എൻ്റെ മകനെ എനിക്കിപ്പോൾ കണ്ടേ തീരൂ, അവനെ എനിക്ക് കാണണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ദേഷ്യം വന്ന് ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നു. ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ വാതിലിൽ പെട്ടെന്ന് വന്ന് മുട്ടുമ്പം ചന്ദ്രയും മോനും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ വാതിൽ നമ്മുടെ ചന്ദ്ര ചെന്ന് തുറക്കുകയും പെട്ടെന്ന് നിൽക്കുന്നു നമ്മുടെ രവീന്ദ്രൻ ഇങ്ങ് കയറി വന്നു. സുധിയെയും നോക്കി ചന്ദ്രയെയും നോക്കി, സുധിയെയും നോക്കി ചന്ദ്രയെയും നോക്കി. എന്തോ
വാശിയാണോ ദേഷ്യമാണോ എന്താ പറയുക കലിപ്പാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. പതിയെ കയറി ഉടനെ ആ വാതിലിനങ്ങ് കുറ്റിയിട്ടിട്ട് ചന്ദ്രയോട് പറഞ്ഞു നീ മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഒരു മറുപടിയില്ല. അതുകൊണ്ട് ചന്ദ്ര പതിയെ അവിടെ നിന്ന് മാറി നിന്നിട്ട് അത് മോനെ ഒന്നും ചെയ്യരുത്, മിണ്ടിപ്പോകരുത്, നിന്നോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ നീ മാറി നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ്റെ ആ വാക്കുകളിൽ വിറച്ചു നിൽക്കുന്ന ചന്ദ്രനെ കാണാൻ സാധിക്കും. നമ്മുടെ സുധിയുടെ മുമ്പിലേക്ക് ചെന്നു സുധി അച്ഛ എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആടി ചപ്പക്കുറ്റിക്കിട്ട് കൊടുത്തു. ചപ്പക്കുറ്റിക്കിട്ട് ഇതിന് മാത്രമല്ല ഇതിനും കൊടുത്തിട്ട് പീഡിച്ചു വലിച്ച്. അപ്പോഴത്തേക്കും ചന്ദ്ര ഓടിച്ചിട്ട് നിങ്ങൾ എന്താ മനുഷ്യ ഈ കാണിക്കുന്നത്, അവനൊരു തെറ്റ് ചെയ്തു, അവന് ഇങ്ങനെ ശിക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്, അവൻ നമ്മുടെ മകനല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അല്ല, അവൻ നിൻ്റെ മകനാ, എൻ്റെ മകനായിരുന്നെങ്കിൽ അവൻ ഈ ചെറ്റത്തരം ഒരിക്കലും ചെയ്യില്ലായിരുന്നു. അതിനിപ്പോൾ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. അവന് ആ ഒരു വിവാഹം ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൻ ഓടിപ്പോയി. അതിനിപ്പോൾ എന്താ പ്രശ്നം? ദേ ചന്ദ്രേ, നീ എന്നെ പൊട്ടനാക്കാൻ നോക്കണ്ട. ഇനി ഇവന് ഓടിപ്പോയി. ആരുടെ കൂടെ ഓടിപ്പോയി? ആ പൈസ എവിടെ പോയി? ആര് കൊണ്ടുപോയി? ഏതവൾ കൊണ്ടുപോയി? എല്ലാം നമ്മുടെ രവീന്ദ്രൻ എണ്ണി ചോദിക്കുകയാണ്. ചന്ദ്രയ്ക്കും ഉത്തരം മുട്ടി സുധിക്കും ഉത്തരം മുട്ടി നിൽക്കുന്നൊരവസ്ഥ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ കയറി വന്ന് നിൽക്കുകയും ആ ഒരു ഭാഗമൊക്കെ കൊണ്ട് ഇന്ന് തീരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അടിപൊളി വിശേഷം തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ കാണുക, എല്ലാ എപ്പിസോഡുകളും മിസ് ചെയ്യാതെ കാണുക കേട്ടോ. രാവിലെ കേൾക്കുകയും വൈകിട്ട് കാണുകയും ഒക്കെ ചെയ്യുക. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണല്ലോ അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കഥ തന്നെയാണ്. കൂടെ നമ്മുടെ പുതിയ ചാനലായ ചിന്നൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മുടെ മറ്റു കഥകളൊക്കെ നമ്മൾ അതിലായിരിക്കും ഇനി ഇടുന്നത്. അപ്പം ഇപ്പം നമ്മളതിൽ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ, ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയൊക്കെ ഇടുന്നുണ്ട്. അപ്പം അല്ലാതെയും കുറച്ച് കഥകളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നമ്മളതിൽ ബാക്കി കഥകളൊക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒത്തിരി കഥകൾ ഒരു ചാനലിൽ ഇടാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വീണ്ടും ഒരു ചാനൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല, കമൻറ്റ് ബോക്സിൽ ചെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും പോകണം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.